നമസ്കാരം. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാറിലെ മരമുറി കേന്ദ്രം 4 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി. മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിന് മരങ്ങൾ മുറിക്കാൻ തമിഴ്നാട് നൽകിയ അപേക്ഷയിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. അതേസമയം അണക്കെട്ടിൽ ഗ്രൗട്ടിംഗ് നടത്തുന്നതിന് മുന്നോടിയായി തമിഴ്നാട് ROV പഠനം നടത്തണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അണക്കെട്ട് ശക്തിപ്പെടുത്തുന്നതിന് 23 മരങ്ങൾ മുറിക്കുന്നത് അനിവാര്യമാണെന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ നിലപാട്. ഇതിനായി തമിഴ്നാട് നൽകിയ അപേക്ഷയിൽ അനുമതി നൽകാൻ കേരളത്തിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കൈമാറിയതായി കേരളത്തിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയദേവ് ഗുപ്തയും അഭിഭാഷകൻ G പ്രകാശും സുപ്രീം കോടതിയെ അറിയിച്ചു. മലേഗാവ് സ്ഫോടന കേസ് 7 പ്രതികളെയും വെറുതെ വിട്ടു. 2008 മഹാരാഷ്ട്ര നാസിക് ജില്ലയിലെ മലേഗാവിലുണ്ടായ സ്ഫോടന കേസിൽ 7 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. BJP നേതാവ് പ്രഗ്യാ സിംഗ് താക്കൂർ ഉൾപ്പെടെയുള്ള 7 പ്രതികളെയാണ് മുംബൈയിലെ പ്രത്യേക NI കോടതി വെറുതെ വിട്ടത്. അന്വേഷണ ഏജൻസി പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് കോടതി നിരീക്ഷിച്ചു. BJP മുൻ MP പ്രജ്ഞാ സിംഗ് താക്കൂർ, സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായിരുന്ന ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്, റിട്ടയർഡ് മേജർ രമേശ് ഉപാധ്യായ്, അജയ് രാഹിഗർ, സുധാകർ ദ്വിവേദി, സുധാകർ ചതുർവേദി, സമീർ കുൽക്കർണി എന്നിവരാണ് വിചാരണ നേരിട്ടത്. 2008 സെപ്റ്റംബർ 29 വടക്കൻ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ മലേഗാവിലെ ഒരു പള്ളിക്ക് സമീപം മോട്ടോർ സൈക്കിളിൽ കെട്ടിയിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 6 പേർ മരിക്കുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. 2011 കേസ് NI ഏറ്റെടുത്തത്. കനാലിൽ കണ്ടെത്തിയ സ്ത്രീയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. മാഹി കനാലിൽ കഴിഞ്ഞ ദിവസം അഴുകിയ നിലയിൽ കണ്ടെത്തിയ സ്ത്രീയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. വടകര തോടന്നൂർ സ്വദേശി താഴേമലയിൽ ഓമനയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. തോടന്നൂർ കൗന്തൻ നടപ്പാലത്തിനടുത്ത് ഇന്നലെ വൈകിട്ടോടെ കനാൽ നവീകരണത്തിനെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് വടകര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. മുഖം വ്യക്തമല്ലാതെ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. തലയിൽ വെള്ള തോർത്ത് ചുറ്റിയിരുന്നു. ഇടത് കൈയിൽ കറുപ്പും കാവിയും ചരട് കിട്ടിയിരുന്നു. ബന്ധുക്കളെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. മരണകാരണം വ്യക്തമല്ല. ധർമ്മസ്ഥലയിൽ നിർണായകമായി 6ാം പോയിന്റിലെ തിരച്ചിൽ. അസ്ഥി കണ്ടെത്തി. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകം സംബന്ധിച്ച വെളിപ്പെടുത്തൽ നിർണായകമായ 6ാം പോയിന്റിലെ തിരച്ചിൽ. പ്രദേശത്തെ തിരച്ചിലിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചതായാണ് വിവരം. സാക്ഷി പറഞ്ഞ 6ാമത്തെ പോയിന്റിൽ നിന്നാണ് അസ്ഥികൂടത്തിന്റെ ഭാഗം കണ്ടെത്തിയത്. പ്രദേശത്തെ തിരച്ചിലിനായി 13 സ്പോട്ടുകളാണ് മാർക്ക് ചെയ്തത്. ഇതിൽ 5 ഇടങ്ങളിൽ ഇന്നലെയും ഇന്നുമായി തിരച്ചിൽ നടത്തുകയായിരുന്നു. ഇതിൽ 6ാമത്തെ സ്പോട്ടിലാണ് പരിശോധന ആരംഭിച്ചത്. അവിടെ നിന്നാണ് അസ്ഥികൾ കണ്ടെടുത്തത്. മനുഷ്യന്റെ അസ്ഥിയാണെന്നാണ് സ്ഥിരീകരണം. NK പ്രേമചന്ദ്രൻ ലോക്സഭാ ചെയർമാൻ പാനലിൽ. കേരളത്തിൽ നിന്നുള്ള RSP MP NK പ്രേമചന്ദ്രനെ ലോക്സഭയുടെ ചെയർമാൻ പാനലിൽ ഉൾപ്പെടുത്തി. 18ാം ലോക്സഭ നിയന്ത്രിക്കുന്നതിനായി ആദ്യമായാണ് ഒരു മലയാളി MPയെ പാനലിൽ ഉൾപ്പെടുത്തുന്നത്. സ്പീക്കറുടെ അസാന്നിധ്യത്തിൽ ലോക്സഭാ നടപടികൾ നിയന്ത്രിക്കുകയാണ് ചെയർമാന്റെ ചുമതല. കഴിഞ്ഞ ദിവസം ദുർഗിലെ ജയിലിൽ കന്യാസ്ത്രീകളെ സന്ദർശിച്ചു. AICC നിയോഗിച്ച പ്രതിനിധി സംഘത്തിൽ പ്രേമചന്ദ്രൻ അംഗമായിരുന്നു. കനത്ത മാനസിക പീഡനത്തിലൂടെയാണ് കന്യാസ്ത്രീകൾ കടന്നുപോകുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചു. തിരുവസ്ത്രമണിഞ്ഞ് ജയിലിൽ കഴിയേണ്ടി വരുന്നത് അവരെ വൈകാരികമായി തളർത്തുന്നു. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മനുഷ്യക്കടത്ത് എന്ന ഹീനമായ കുറ്റം ചുമത്തപ്പെട്ടത് സഹിക്കാനാവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു.